ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു സമ്പത്തുണ്ടാവുന്നത് ദീനിനെതിരല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഖാമ് ചിന്തിക്കുന്ന വ്യക്തി അല്ല എന്ന് വരികയുമില്ല. ഒരാൾ പരമദരിദ്രനായതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഖാമിലാണ് ഞാനുള്ളത്, അള്ളാഹു എൻ്റെ മുന്നിലുണ്ട് എന്ന ബോധം അയാൾക്കുണ്ടായിക്കൊള്ളണം എന്നും ഇല്ല. നമ്മൾ ഈ ചിന്തിക്കുന്നതൊന്നും അല്ല കാര്യം വളരെ ഗൗരവമാണ്. ഇവിടെ ശരിക്കും മനസ്സിലാക്കണം. നുത്ഫത്തിൽ തന്നെ ബിസ്മി കയറണം. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവനവൻ്റെ പെണ്ണുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിരിക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫുജൂറിന് ആ ജിമാഅ കാരണമാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ വളരെ ഗൗരവമായി പിന്നീട് ഞാൻ പറയുന്നുണ്ട്. നല്ലപോലെ ചിന്തിക്കണം. തമാശയായി വിചാരിക്കരുത്. എന്തുകൊണ്ട്? അതൊരു വിത്ത അല്ലാഹു അമ്പതക്കും മിനൽ അർദി നബാതൻ, നിങ്ങളെ ഭൂമിയിൽ നിന്ന് അല്ലാഹു സസ്യമായി മുളപ്പിച്ചതാണ്. അപ്പം നമ്മൾ സസ്യമാണ്. അപ്പോൾ ഈ സസ്യത്തിൻ്റെ വിത്ത് എന്താണ്? അത് ബാപ്പാൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ അഗ്രഭാഗത്തു നിന്ന് ഉമ്മയുടെ അണ്ഡാശയത്തിലേക്ക് പുറപ്പെടുന്നതാണ്, ഗർഭാശയത്തിലേക്ക് പുറപ്പെടുന്നതാണ് ഈ വിത്ത്. അതാണ് ബഗർ, അതാണ് വിത്ത്. ആ വിത്ത് വെക്കുന്ന സമയത്ത് തന്നെ അവൻ അള്ളാഹനെ ഓർക്കണം. എന്തുകൊണ്ട്? ഏത് കാലത്തും, ഇന്ന് പ്രത്യേകിച്ചും. എന്തുകൊണ്ട്? ഫുജൂർ എന്നത് മനുഷ്യൻ്റെ ഓടി വരുന്നൊരു കാലമാണിത്. അപ്പം തിരിച്ചു വന്ന് അവിടെ അതിൻ്റെ ഒരു കരുത്ത് വരെ ഈ കുട്ടിയിൽ കാണിക്കും. ഇല്ലെങ്കിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കുമ്പോൾ നന്നാക്കിയേക്കാം, നന്നാവില്ല എന്നല്ല. പക്ഷേ ഇതിന് ആക്കം കൂട്ടും ഇത്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റേതായ ചില കാരണങ്ങൾ കിട്ടണം. സ്വഹാബിമാരുടെ ബാപ്പമാരൊക്കെ ബിസ്മിയല്ലാണോ ഭാര്യമാർ ജിമാഅ ചെയ്തത്? അല്ല. പക്ഷെ അവർക്കൊരാളെ കിട്ടി, മുഹമ്മദ്. അപ്പോൾ പിന്നെ അത് ആ ജിമാഅനേക്കാളും ബിസ്മിയേക്കാളും ഒക്കെ വലുതാണ് ഈ വ്യക്തി. അങ്ങനത്തെ ഒരാളെ കിട്ടണം. അങ്ങനത്തെ ഏതായാലും ആളെ കിട്ടൂല. ഒക്കെ ചിന്തിക്കണം. നമ്മൾ കുട്ടികളെ എല്ലാം തുടക്കം മുതൽ മനസ്സിലാക്കണം. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ വ്യക്തി ചിലപ്പോൾ മുതലാളിൻ്റെ മോനായിരിക്കും, ചിലപ്പോൾ തൊഴിലാളിൻ്റെ മോനായിരിക്കും, ചിലപ്പോൾ പരമദരിദ്രനാവും എന്നാലും സ്വാലിയാവും, ചിലപ്പോൾ പരമദരിദ്രനാവും ഫാജിറാവും, തമ്മാടിയാവും. ചിലപ്പോൾ മുതലാളിയായിരിക്കും, വലിയ സ്വാലിയായിരിക്കും. ചിലപ്പോൾ മുതലാളിയായിരിക്കും പക്ഷെ ഫാജിറായിരിക്കും. ചിലപ്പോൾ വലിയ സ്വാലിയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. കോടാനക്കോടിയുടെ സമ്പത്ത് ഉള്ള ഒരു വീട് എനിക്ക് കോഴിക്കോട് ജില്ലയിൽ അറിയും, മലപ്പുറം ജില്ലയിലും അറിയും. ഒരു ടി വി വാങ്ങിയിട്ടില്ല. എന്നോ ഇല്ല. ഇപ്പോൾ ടി വി ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഔട്ടായി. ഇപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു വീഡിയോ എനിക്കറിയും. നേരെ വെളുത്ത എല്ലാവരും ബാപ്പാൻ്റെ നിയമം, ഒരു ജുസ് ഖുർആൻ ഓതാതെ സുബഹി നിസ്കരിച്ച് ഒരു ജുസ് ഖുർആൻ ഓതാതെ പുറത്തിറങ്ങണ്ട. കോടാനക്കോടിയുടെ സമ്പത്താണ്, കുറച്ചൊന്നുമല്ല. അങ്ങനത്തെ ഒരു കുടുംബം എനിക്കറിയാം. മുതലുണ്ടായതുകൊണ്ട് മനുഷ്യൻ നന്നാവില്ല, മുതലില്ലാത്തതുകൊണ്ട് മനുഷ്യൻ നന്നാവില്ല. ഒരുത്തന് മുതലില്ല, നന്നാവോ? ഇല്ല. 10 പൈസ കയ്യിലില്ലാതെ കടം വാങ്ങിയിട്ട് പലിശക്ക് വാങ്ങിയിട്ട് ടി വി വെച്ചിട്ട് പിന്നെ പലിശക്കാർ വരുമ്പോൾ പാഞ്ഞ് നടക്കണവരെയും എനിക്കറിയാം. പണ്ട് ഇപ്പം ടി വി ഒക്കെ ഔട്ടായി. 10 പൈസ കയ്യില്ലാതെ കടം വാങ്ങിയിട്ട് പണ്ട് 15-20 കൊല്ലം മുമ്പ് കടം വാങ്ങി വെച്ചിട്ട് പലിശക്കാർക്ക് പൈസ കൊടുക്കാൻ കഴിയാതെ പായുന്നവരെയും എനിക്കറിയാം. അതും എനിക്കറിയാം. ഇത് കോടാനക്കോടിൻ്റെ സമ്പത്താണ്. എന്നിട്ട് പുരയിലൊരു ടി വി വെക്കാതെ അങ്ങനത്തെ ആളുകളെയും എനിക്കറിയാം. ഇത് രണ്ടും അതൊരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ. മനുഷ്യൻ മുതലുണ്ടായതുകൊണ്ട് നാശാവില്ല, മനുഷ്യൻ മുതലില്ലാത്തതുകൊണ്ട് നന്നാവില്ല. വയലാറിൻ്റെ ഒരു പാട്ടുണ്ട്, പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് കേൾക്കുന്ന പാട്ടാണ്. കരഞ്ഞിട്ട് മരിച്ചാലും നരകത്തിലാണെങ്കിൽ എന്നാൽ ചിരിച്ചിട്ട് മരിച്ചൂടെ എന്ന് വയലാറിന് തെറ്റിപ്പോയതാണ്. കരയിലും ചിരിക്കലും സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ മാനദണ്ഡമല്ല. വയലാർ പഠിച്ചോടുന്ന് പേച്ചതാണ്. വയലാർ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റായിരുന്നു. മതം മനുഷ്യനെ സൃഷ്ടിച്ച സാധനമാണെന്നാണ് വയലാറിനെ പോലത്തെ മനസ്സിലാക്കിയത്. ഇതൊക്കെ വലിയ പിഴവ് സംഭവിച്ചാണ്. അവരൊക്കെ വലിയ പിഴവ് പറ്റിപ്പോയവരാണ്. ഇവിടെ നിന്നല്ല കാര്യം കിടക്കണത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരു വലിയ മുതലുണ്ടായി, അതുകൊണ്ട് ഒലിമൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ എന്ന ബോധമില്ലാതിരിക്കോ? ഇല്ല.
വലിയ മുതലാളിയാണ്, കൊടാനക്കോടിന് മുതലാളിയാണ്. പക്ഷെ എൻ്റെ റബ്ബിൻ്റെ എൻ്റെ മുന്നിലുണ്ട് എന്ന ബോധമില്ലാതെയാകോ ഇല്ല. ഞങ്ങൾക്കൊരു അത്ഭുതം പറഞ്ഞുതരാം. സ്വഹാബത്ത് കണ്ട ഏറ്റവും വലിയ മുതലാളി അശ്റത്തുൽ മുബശ്ശറയിലുണ്ട്. ഇപ്പം നമ്മൾ ഇവിടുന്ന് പേരെടുത്ത് പറഞ്ഞ് ദുആ ചെയ്തു, ഫാത്തിഹ ഓതി. ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉറക്കെ പറഞ്ഞ മിനൽ അശ്റത്തുൽ മുബശ്ശറ. സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിൻ ഔഫ് ഫിൻ ആശിരിൽ കറമി വബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മിനൽ അശ്റത്തുൽ മുബശ്ശറ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ഒരാളാണ്. ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. മുതലോരി വെച്ചിട്ട് സ്വർണത്തിൻ്റെ ഉരുപ്പടികൾ തീരാഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്തു എന്നറിയാം? കോടാലി കൊണ്ടിട്ട് സ്വർണത്തിൻ്റെ ഉരുപ്പടി വെട്ടിപ്പൊളിച്ചു കൊടുത്തു. അങ്ങനെ താരീഖിൽ അതിന് മാത്രം മുതൽ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുഴുവനും എന്ത് ചെയ്തു? തോട്ടങ്ങൾ എഴുതി വെച്ചു. അവകാശികൾക്ക് കൊടുത്ത് തീരുന്നില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കൊക്കെ തോട്ടങ്ങൾ എഴുതി വെച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് സമ്പത്ത്. എന്നിട്ട് സ്വർണത്തിൻ്റെ ഉരുപ്പടി വെട്ടിപ്പൊളിച്ചു. ആരെപ്പറ്റി അപ്പോൾ പറഞ്ഞത്? ആരാണ് ഇയാൾ? മിനൽ അശ്റത്തുൽ മുബശ്ശറ. എന്ത് പ്രശ്നമുള്ളത്? മറ്റൊന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ മുതലാളി എന്ന് പറഞ്ഞാൽ മുതലാളി. എന്താണ് മുതലാളി? അപ്പം ഈ 2 ആളുകൾ, പ്രധാനപ്പെട്ട 2 ആളുകൾ അശ്റത്തുൽ മുബശ്ശറയിലുണ്ട്. ഒന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഒന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അപ്പം മുതൽ കൊണ്ടൊരു മനുഷ്യൻ നാശാവില്ല. മനുഷ്യൻ നാശാകലെപ്പോഴാണ്? റബ്ബ് തൻ്റെ മുന്നിലുണ്ട് എന്ന ബോധം മാഞ്ഞാൽ നാശായി. ആ ബോധമാണ് അടിസ്ഥാനം. റബ്ബിൻ്റെ മുന്നിലുണ്ട്.